നമസ്കാരം. ന്യൂസ് മാഗസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, കൊച്ചി തീരത്തോട് ചേർന്ന അറബിക്കടലിൽ ഇന്നലെ ഒരു കപ്പൽ ചരിയുകയുണ്ടായി. ആ ചരിഞ്ഞ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകളൊക്കെ കടലിലേക്ക് പതിക്കുകയും ആ ഒരു കണ്ടെയ്നറുകൾ കടൽ തീരത്തേക്ക്, അതായത് തീരത്തേക്ക് അടിയുമെന്ന സൂചനയൊക്കെ ഇന്നലെ നമ്മളുടെ കോസ്റ്റ് ഗാർഡും സർക്കാരുമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അതീവ ജാഗ്രതയാണ് കടൽ തീരങ്ങളിലൊക്കെ പുറപ്പെടുവിച്ചിരുന്നത്. കപ്പലിലുള്ള 24 ജീവനക്കാരിൽ നിന്ന് 21 പേരെ ഇന്നലെ തന്നെ രക്ഷിക്കുകയുണ്ടായി. ഇന്ന് വെളുപ്പിനെ വരെ ക്യാപ്റ്റനും മറ്റ് 2 പേരും ആ ഒരു കപ്പലിൽ തുടരുകയും കപ്പൽ ഏതെങ്കിലും വിധത്തിൽ നിവർക്കുവാനോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് എന്തെങ്കിലും കാരണങ്ങൾ ആ കപ്പൽ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന ദൗത്യത്തിലായിരുന്നു ക്യാപ്റ്റനും മറ്റ് ആളുകളുമൊക്കെ. എന്നാൽ ആ ഒരു ദൗത്യം ഇപ്പോൾ ഉപേക്ഷിക്കുന്ന സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നു. അപകടത്തിൽപ്പെട്ട MSC എൽസ 3 എന്ന കപ്പൽ ഇപ്പോൾ മുങ്ങിത്തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും കപ്പൽ മുങ്ങിയെന്ന് വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ കണ്ടെയ്നറുകൾ ഇപ്പോൾ കടലിലേക്ക് പതിച്ചിരിക്കുന്ന സമയമാണിത്. കപ്പലിൽ അവശേഷിക്കുന്ന 3 പേർ, അതായത് ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള 3 പേർ കപ്പലിൽ നിൽക്കുകയും ആ കപ്പൽ ഏതെങ്കിലും രീതിയിൽ നേരായ ദിശയിൽ കൊണ്ടുപോകാൻ കഴിയുമോ എന്ന ശ്രമമായിരുന്നു. അപ്പോൾ ഈ ഒരു ശ്രമം ഉപേക്ഷിക്കുന്ന നിലയിൽ ഇപ്പോൾ നമ്മളുടെ INS സുജാത എന്ന നാവികസേനയുടെ കപ്പൽ ചെന്ന് ക്യാപ്റ്റനെയും മറ്റ് 2 പേരെയും ഉൾപ്പെടെ 3 പേരെ കൂടി, അതായത് അവശേഷിക്കുന്ന 3 പേരെയും ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ കപ്പലിൽ നിന്നും ഇന്ന് കണ്ടെയ്നറുകൾ മാറ്റുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങുമെന്നായിരുന്നു അറിയിപ്പ് വന്നിരുന്നത്. അതിനായി അതേ കമ്പനിയുടെ മറ്റൊരു കപ്പൽ എത്തിച്ചിരുന്നു. ഇതിനിടെയാണ് കപ്പൽ ഇപ്പോൾ മുങ്ങാൻ തുടങ്ങിയിരിക്കുന്നത്. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരെ ഇപ്പോൾ രക്ഷപ്പെടുത്തി 21 പേരെ ഇന്നലെ തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. ജീവനക്കാരെല്ലാവരും സുരക്ഷിതരാണെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ കപ്പൽ മുങ്ങാൻ തുടങ്ങിയതോടെ കപ്പലിൽ അവശേഷിക്കുന്ന ക്യാപ്റ്റൻ അടക്കമുള്ള 3 പേരെയും ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു കപ്പൽ ഇപ്പോൾ കൂടുതൽ ആഴങ്ങളിലേക്ക് മുങ്ങുന്ന സാഹചര്യത്തിൽ കപ്പലിലുണ്ടായിരിക്കുന്ന കണ്ടെയ്നറുകൾ വീണ്ടും കടലിലേക്ക് പതിക്കാൻ, അതായത് കൂടുതൽ കണ്ടെയ്നറുകൾ ഇപ്പോൾ കടലിലേക്ക് പതിക്കും എന്ന ആശങ്കയാണുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു കപ്പലിലുള്ള എണ്ണ പമ്പ് ചെയ്ത് മറ്റൊരു കപ്പലിലേക്ക് നീക്കുവാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് വലിയ ആശങ്ക പടർത്തുന്നു. ഈ ഒരു എണ്ണ കടലിൽ പതിച്ചു കഴിഞ്ഞാൽ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ ഇന്ന് ഉച്ചയോടുകൂടി കൊച്ചി തീരത്തോ അല്ലെങ്കിൽ ആലപ്പുഴ കടൽ തീരത്തോ എത്തിച്ചേരാനാണ് സാധ്യത എന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. ഈ ഒരു കണ്ടെയ്നറുകളിൽ ഒരു കാരണവശാലും തൊടുവാനോ അല്ലെന്നുണ്ടെങ്കിൽ അത് തുറന്നു നോക്കുവാനോ ഒന്നും പാടില്ല എന്ന് വലിയ ഒരു ജാഗ്രതാ നിർദ്ദേശം കോസ്റ്റ് ഗാർഡിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ശനിയാഴ്ച ഉച്ചയോടെയാണ് വിഴിഞ്ഞത്ത് നിന്നും ഈ ഒരു കപ്പൽ കൊച്ചി തീരത്തേക്ക് പുറപ്പെട്ടത്. കപ്പൽ കൊച്ചി തീരത്തിനോട് ചേർന്ന് ചരിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും പുറപ്പെട്ട ഫീഡർ ചരക്ക് കപ്പൽ കൊച്ചി പുറംകടലിൽ ഇന്നലെയാണ് അപകടത്തിൽപ്പെട്ടത്. ഉച്ചയ്ക്ക് 1:25 ഈ ഒരു അപകടം സംഭവിച്ചത്. ഈ കപ്പലിലെ കണ്ടെയ്നറുകളിൽ അതീവ അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടെയ്നറുകൾ തീരത്തടിയുമ്പോൾ ആളുകൾ അതിൽ തൊടുവാനോ അത് തുറന്നു നോക്കുവാനുള്ള ശ്രമം നടത്തുകയോ ഒന്നും ചെയ്യരുത്. അതോടൊപ്പം തന്നെ ഈ ഒരു കണ്ടെയ്നറിന് ചുറ്റും പാടരൂപത്തിൽ എന്തെങ്കിലും ഓയിലുകൾ അല്ലെങ്കിൽ ഇന്ധനം കടലിൽ പതിക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് പോവുകയും അരുത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാർത്ത നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം തന്നെ എല്ലാ അറിയിപ്പുകൾക്കുമായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. താങ്ക്